പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. ഈ പാട്ടിന്റെ വരികൾ ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരു ഒക്ടോബർ 24 തീയതിയാണ്. അന്നത്തെ എന്റെ കുഞ്ഞുപ്രായത്തിൽ ഈ വരികളുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഞങ്ങളുടെ വല്യപ്പാപ്പ ഞങ്ങളെ വിട്ട് ഈശോയുടെ അടുത്തേക്ക് പോയി എന്ന് അമ്മ പറഞ്ഞു. എന്റെ അമ്മയുടെ പപ്പയാണ് ഞാൻ വല്യപ്പാപ്പ എന്ന് വിളിച്ചിരുന്നത്. വല്യപ്പാപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എപ്പോഴും ചിരിച്ച മുഖത്തോടെ എന്നെ അങ്ങനെ ആരും വിളിക്കാത്ത എന്റെ മാമദീസ പേരായ കുര്യൻ എന്നുള്ളത് സ്നേഹത്തോടെ കുര്യാപ്പി എന്ന് വിളിച്ച് എന്നെ എടുക്കുന്നതാണ്. ആ ദിവസത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് അപ്പയുടെയും അമ്മയുടെയും കൂടെ വല്യപ്പാപ്പയ്ക്ക് വേണ്ടി മുടങ്ങാതെ 41 ദിവസവും വിശുദ്ധ കുർബാന അർപ്പിച്ചതും സെമിത്തേരിയിൽ പോയി ഒപ്പീസിൽ കൂടിയതും എന്റെ മാഞ്ഞു പോകാത്ത നല്ല ഓർമ്മകളാണ്. വല്യപ്പാപ്പയെ ഇനി കാണാൻ പറ്റത്തില്ലേ? വല്യപ്പാപ്പ എന്നെ ഇനി എടുക്കത്തില്ലേ? എനിക്ക് സമ്മാനങ്ങൾ തരത്തില്ലേ? അമ്മ ഉൾപ്പെടെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തിന്? തുടങ്ങി അനവധി ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം എന്ന വിദ്യം ഇനി എല്ലാ ദിവസവും ഉള്ള എന്റെ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും വല്യപ്പാപ്പയെയും കൂടെ എല്ലാ മരിച്ച ആത്മാക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നു. നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് സ്വർഗത്തിൽ ഈശോയുടെ കൂടെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ അന്നു മുതൽ കുടുംബ പ്രാർത്ഥനയിൽ ചൊല്ലുന്ന മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി ഞാൻ ചൊല്ലുവാൻ തുടങ്ങി. വല്യപ്പാപ്പ ഞങ്ങളെ വിട്ടു പോയെങ്കിലും എന്റെ നിത്യമുള്ള പ്രാർത്ഥനയിൽ വല്യപ്പാപ്പ ഉണ്ട്. പ്രാർത്ഥന, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, ദാനധർമ്മങ്ങൾ, പരിഹാര പ്രവൃത്തികൾ വഴി ഉപവാസികളായ വിശ്വാസികൾക്ക് മരിച്ച വിശ്വാസികളുടെ പാപപരിഹാരത്തിനു വേണ്ടി അവരെ സഹായിക്കാൻ സാധിക്കും എന്ന വേദപാഠം 8ാം ക്ലാസ്സിലെ പാഠം 10 നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 1 തെസ്സലോനിക്ക 4:14 പറയുന്നത് പോലെ പ്രത്യാശയോടെ നമുക്കും മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നാം ഉണരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ ആയുസ്സിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞ് നാം തിരിച്ച് ദൈവത്തിന്റെ അടുത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കണം എന്ന ഞങ്ങളുടെ വികാരി അച്ഛന്റെ വാക്കുകളിലൂടെ ഈശോയിലുള്ള വിശ്വാസത്തിലും പരസ്പര സ്നേഹത്തിലും സൽപ്രവർത്തികളിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ എനിക്കും സാധിക്കും എന്ന പ്രത്യാശയോടു കൂടെയുള്ളതായിരിക്കും എന്റെ മുന്നോട്ടുള്ള ഓരോ ദിവസവും.